നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിറ്റി വിഷൻ ബിഗ് ബ്രേക്കിംഗ്. ഇടുക്കി മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ തന്നെയെന്ന കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വം. ജില്ലയിൽ മറിച്ചൊരഭിപ്രായം ഉയർന്നിട്ടില്ലെന്ന ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ സിറ്റി വിഷനോട്. വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന 4 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. രാത്രികാല പരിശോധനയ്ക്കിടെ രാജാക്കാട് പോലീസാണ് പ്രതികളെ കഞ്ചാവ് സഹിതം പിടികൂടിയത്. കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വികസന രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും നാടിന്റെ വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെറുതോണിയിൽ സീബ്ര ലൈന് സമീപം നടന്ന അപകടത്തിൽ ശ്രവണ സംസാര വൈകല്യമുള്ള യുവാവിന് പരിക്ക്. സീബ്ര ലൈൻ മാഞ്ഞുകിടക്കുന്നത് പലയിടത്തും അപകട കാരണമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സിറ്റി വിഷൻ ബിഗ് ബ്രേക്കിംഗ്. ഇടുക്കി മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ തന്നെയെന്ന കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വം. ജില്ലയിൽ മറിച്ചൊരഭിപ്രായം ഉയർന്നിട്ടില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ സിറ്റി വിഷനോട്. സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ചെയർമാനാണ്. എതിർ സ്ഥാനാർത്ഥിയായി ആര് മത്സര രംഗത്തെത്തിയാലും പ്രശ്നമില്ല. ഇത്തവണ ഇടുക്കിയിലെ 5 സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കുമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. സന്ദീപ് രാജക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നണികളും ഒപ്പം തന്നെ പാർട്ടികളും സജീവമായി തന്നെ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നമ്മോടൊപ്പമുണ്ട്, ജോസ് പാലത്തിനാൽ. ഈ ഇടുക്കി സീറ്റ് അതിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥി എത്തുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഉണ്ടാവുമോ? അല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭിച്ചു. പാർട്ടി എന്നുള്ള നിലയ്ക്ക് കേരള കോൺഗ്രസും ആരംഭിച്ചു. ഇടുക്കിയിലെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ 5 തവണയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ശ്രീ റോഷി അഗസ്റ്റിനാണ്. ഇപ്രാവശ്യവും റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനും പാർട്ടി നേതൃത്വവുമാണ്. ആ കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സീറ്റ് അനുവദിക്കേണ്ടത്. അപ്പോൾ പാർട്ടിക്ക് സീറ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ടി ആ കാര്യത്തിനകത്ത് ചർച്ച ചെയ്യും. പാർട്ടി ചെയർമാൻ ആ കാര്യത്തിനകത്ത് തീരുമാനമെടുക്കും. ആ കാര്യത്തിനകത്ത് റോഷി അഗസ്റ്റിൻ മത്സരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. എന്തായാലും വലിയൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമില്ല. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇടുക്കി സീറ്റിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് റോഷി അഗസ്റ്റിൻ തന്നെയാകും എന്ന് തന്നെയാണ്. പക്ഷേ ഈ ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഒരാളെ പുതിയതായി കൊണ്ടുവരാനുള്ള നീക്കമൊക്കെ നടത്തുന്നുണ്ട്. ഒരു ആശങ്കയുണ്ടോ? ഇല്ല, അതിനകത്ത് എതിർ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് കേരള കോൺഗ്രസിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന കാര്യമേ അല്ല. ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് യാതൊരു രീതിയിലുള്ള ആശങ്കയുമില്ല എന്നുള്ളതാണ്. അത് ഇടുക്കി നിയോജകമണ്ഡലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ ഇപ്പോൾ നിലവിൽ 4 MLA-മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. 5ാമത്തെ സീറ്റും കൂടി ഇടുക്കി ജില്ലയിൽ സമ്പൂർണ്ണ ആധിപത്യം നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത്. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് മുന്നണി മുന്നോട്ട് പോകുന്നത്. എന്തായാലും റോഷി അഗസ്റ്റിൻ എന്ന കാര്യത്തിൽ മറിച്ചൊരഭിപ്രായം, എതിരഭിപ്രായം എന്തായാലും കേരള കോൺഗ്രസിനകത്ത് ഉണ്ടാകേണ്ട കാര്യമില്ല, ഉണ്ടായിട്ടുമില്ല. അല്ല, ജില്ലയിൽ നിന്നും മറ്റൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ല പറയാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ചെയർമാനാണ്. പക്ഷേ ജില്ലയിൽ നിന്ന് മറ്റൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടില്ല ഇടുക്കി നിയോജകമണ്ഡലത്തിൽ എന്ന് ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും. എന്നാൽ അതുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടി ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കേരള കോൺഗ്രസ് സജ്ജമാണ്. ഒപ്പം തന്നെ ഇടുക്കിയിൽ നിന്നുള്ള ഒരു പേരാണ് ഉയർന്നു വരുന്നത്. ആ ഒരു പേര് റോഷി അഗസ്റ്റിൻ തന്നെയാണ്. മറ്റൊരു എതിരഭിപ്രായമില്ല എന്ന് തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ വ്യക്തമാക്കുന്നത്. സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന 4 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. രാത്രികാല പരിശോധനയ്ക്കിടെ രാജാക്കാട് പോലീസാണ് പ്രതികളെ കഞ്ചാവ് സഹിതം പിടികൂടിയത്. കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
രാജാക്കാട് ടൗണിൽ പ്രവർത്തിക്കുന്ന IOC പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രി രാജാക്കാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് 4 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായത്. വാഹന പരിശോധന നടത്തുന്നതിനിടെ ഒരു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇടുക്കി കീരിത്തോട് ഇരമംഗലത്ത് സന്തോഷ, കത്തിപ്പാറ കുടമ്പകളത്തിൽ അശ്വിൻ സോമരാജ് എന്നിവരെയാണ് രാജാക്കാട് സബ് ഇൻസ്പെക്ടർ MS അഭിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. രണ്ട് കിലോയുടെ പൊതികളിലാക്കി കവറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ്. തൊണ്ടി മുതലും ബൈക്കും കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ ചോദ്യം ചെയ്തു. എന്നാൽ കഞ്ചാവ് എവിടെ നിന്ന് വാങ്ങിയെന്നോ എങ്ങോട്ട് കൊണ്ടുപോകുന്നെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രതികളെ അടിമാലി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി പോലീസ് വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. വികസന രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും നാടിന്റെ വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തങ്കമണി ഉരുക്കോട്ടി പാണ്ടിപ്പാറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഇടം കൊടുത്ത പ്രദേശമാണ് കാമാക്ഷി. വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിനാൽ അടിസ്ഥാന വികസന രംഗത്ത് നിരവധി മാറ്റങ്ങൾ ഉണ്ടായി. നിലവിലുള്ള എല്ലാ റോഡുകളും നല്ല രീതിയിലാക്കുവാൻ സാധിച്ചു. ഏതാനും നാളുകൾക്കുള്ളിൽ റോഡ് വികസനം പൂർണ്ണമാകും. കട്ടപ്പന-തേനി തുരങ്കപാത വിദൂരമല്ല. അതിന്റെ സാധ്യതാ പഠനത്തിന് തുക വകയിരുത്തിയിട്ടുണ്ട്. കട്ടപ്പന ടൂറിസം ഹബ്ബാകുമ്പോൾ അതിൽ കാമാക്ഷിയെയും ഉൾപ്പെടുത്തും. കുടിവെള്ള രംഗത്ത് 800 കോടി രൂപയാണ് മുടക്കുന്നത്. ശുചീകരണ പ്ലാന്റിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കൂടാതെ അണക്കെട്ടിലെ വെള്ളത്തിനനുസരിച്ച് ഉയർന്നും താഴ്ന്നും വെള്ളം എടുക്കുന്നതിനായുള്ള ഫ്ലോട്ടിംഗ് പമ്പിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്താണ് സർക്കാർ മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. വികസന രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാട്, അതിന് കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ ഈ നാടെന്നും സജ്ജമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ വിജയവും പരാജയവും എല്ലാം സംഭവിക്കും. പക്ഷേ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നൊരു ചരിത്രമാണ്. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗം റെജി മുക്കാട്ടിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. DTPC എക്സിക്യൂട്ടീവ് അംഗം CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം. പരിപാടിയിൽ പഞ്ചായത്ത് അംഗം ഷേർലി ജോസഫ, സ്വാഗത സംഘം കൺവീനർ സിവിച്ചൻ പൌത്ത, വിവിധ കക്ഷി രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ, KV ആന്റണി, MB ജോർജ, ചെറിയാൻ കട്ടക്കയം തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. യഥാർത്ഥത്തിൽ സ്കൂളുകൾ പഠിപ്പിക്കേണ്ടത് മാനുഷിക മൂല്യങ്ങളാണെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ രാജകുമാരി ഹോളി ക്യൂൻസ് UP സ്കൂൾ വജ്ര ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത് മാനുഷ്യ മൂല്യങ്ങളാണ്. അതിൽ ഹോളി ക്യൂൻസ് സ്കൂളിനെ മാതൃകയാക്കണം. സ്കൂളിനെ അഭിനന്ദിക്കുന്നുവെന്നും ഇടുക്കി രൂപതയുടെ ബാക്കിയുള്ള സ്കൂളുകളിൽ ഹോളി ക്യൂൻസ് നടപ്പിലാക്കുന്നത് പോലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. രാജകുമാരി ഹോളി ക്യൂൻസ് UP സ്കൂളിന്റെ വജ്ര ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെ കാര്യത്തിൽ എങ്ങനെ താല്പര്യമെടുക്കണമെന്നുള്ള ചിന്തയാണ് അരി ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ വഹിച്ചുകൊണ്ട് ആ കുട്ടികളപ്പോൾ അവിടേക്ക് യാത്ര ചെയ്തപ്പോൾ എൻ്റെ 5 രൂപ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി, അത് എത്രയോ ശ്രദ്ധേയമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ സ്കൂളുകൾ പഠിപ്പിക്കേണ്ടത് ഈ മാനുഷിക മൂല്യങ്ങളാണ്. ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഇത് തുടരുവാനും നമ്മുടെ രൂപതയിലെ കോർപ്പറേറ്റിലെ മറ്റ് സ്കൂളുകൾക്ക് ഈ മേഖലയിൽ മാതൃകയാകുവാൻ ഇടവരട്ടെ. രാജകുമാരി ഹോളി ക്യൂൻസ് UP സ്കൂളിൽ 1 വർഷക്കാലമായി നടന്നു വന്നിരുന്ന വജ്ര ജൂബിലി ആഘോഷത്തിന് സമാപനം കുറിച്ച സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷവും യാത്രയയപ്പും പൊതുസമ്മേളനത്തോടും വിവിധ കലാപരിപാടികളോടും കൂടിയാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചത്. ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് കരിവേലിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന സമാപന പൊതുസമ്മേളനത്തിൽ മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ലൈസമ്മ ടീച്ചറിന്റെയും ഷൈനി ടീച്ചറുടെയും ഫോട്ടോ അനാച്ഛാദനവും ആദരിക്കലും നടന്നു. സ്കൂൾ ഓപ്പൺ സ്റ്റേജിൽ അരങ്ങേറിയ കുരുന്നുകളുടെ കലാവിരുന്നും ബാലതാരം ജിയോണ ജിയോയുടെ ലിറ്റിൽ ടാലന്റ് ഷോയും ആഘോഷത്തിന് ഊർജ്ജസ്വലത പകർന്നു. പ്രശസ്ത മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോൻ നയിച്ച വൺമാൻ ഷോയും തൈക്കോടം ബീറ്റ്സിന്റെ ഗാനമേളയും നടന്നു.
അയ്യോ നെഞ്ചുളറാതി കരിമിഴിയുടെ കളവാടി തോന്നൽ കണ്ടു 2025 ജനുവരി 30 തിരിതെളിഞ്ഞ വജ്രജൂബിലി ആഘോഷങ്ങളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമങ്ങൾ, വാഹന വിളംബര പ്രചാരണ റാലി, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം എന്നിവ നടന്നു. കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് തകടിയൽ, സ്കൂൾ മാനേജർ മോൺ റഫറൻ ജോസ് നരിതൂക്കൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഈശ്വരൻ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന അധ്യാപകൻ റെന്നി തോമസ്, PTA ഭാരവാഹികൾ, ജൂബിലി കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജകുമാരി. ചെറുതോണിയിൽ സീബ്ര ലൈന് സമീപം നടന്ന അപകടത്തിൽ ശ്രവണ സംസാര വൈകല്യമുള്ള യുവാവിന് പരിക്ക്. സീബ്ര ലൈൻ മാഞ്ഞു കിടക്കുന്നത് പലയിടത്തും അപകട കാരണം ആവുകയാണ്. വാഴത്തോപ്പ് സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച ബൈക്കാണ് ചെറുതോണിയിൽ സ്റ്റോണേജിന് സമീപമുള്ള സീബ്ര ലൈനിൽ അപകടത്തിൽപ്പെട്ടത്. നാരകക്കാനം സ്വദേശി അനിൽ ജോസഫാണ് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് അനിലിനെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതോണിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ അടുത്തിടെയായി വർദ്ധിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. പല സ്ഥലങ്ങളിലും സീബ്ര ലൈൻ അടയാളങ്ങൾ മാഞ്ഞ നിലയിലാണ്. മാത്രമല്ല, സീബ്ര ലൈനിൽ ആളുകളെ കണ്ടാലും വാഹനങ്ങൾ നിർത്താതെ കടന്നു പോകുന്നതാണ് പതിവ്. ഈ സീബ്ര ലൈൻ കാണത്തില്ല, തെളിഞ്ഞിട്ടില്ല, അതെല്ലാം മാഞ്ഞു പോയിട്ട് വർഷങ്ങളായി. എത്രയും പെട്ടെന്ന് സീബ്ര ലൈൻ ക്ലിയർ ചെയ്തുകൊണ്ട് ഇവിടെ ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് പോലും വണ്ടിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നില്ല. എല്ലാം തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞാ പോകുന്നത്. എല്ലാം ഒരു മാറ്റം വരണം. അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. ഇവിടെ പലപ്പോഴും കുട്ടികൾക്കും വയോധികർക്കും റോഡ് മുറിച്ചു കടക്കുമ്പോൾ അപകട ഭീഷണിയാണ്. സീബ്ര ലൈൻ വ്യക്തമാക്കിയും സ്പീഡ് നിയന്ത്രണവും പോലീസ് നിരീക്ഷണവും ശക്തമാക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ ഇടുക്കി. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് നടത്തിയ പരാമർശത്തെ സംബന്ധിച്ച് CV വർഗീസിന്റെ തന്നെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ടെന്നും മുന്നണി മാറ്റം സംബന്ധിച്ച് കേരള കോൺഗ്രസിൽ ഒരുവിധ ചർച്ചയും നടത്തിയിട്ടില്ലെന്നും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ. കേരള കോൺഗ്രസ് മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണെന്നും കേരള കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ മുന്നണിയോ CPIMോ ഒരുവിധത്തിലും ഇടപെട്ടിട്ടില്ലെന്നും C വർഗീസ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇടുക്കിയിൽ CPMുമായി ഒരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഇടുക്കിയിൽ കേരള കോൺഗ്രസുമായി ഇല്ലെന്നും എല്ലാ കാര്യങ്ങളിലും മുന്നണി ഒരുമിച്ച് തീരുമാനമെടുത്താണ് മുമ്പോട്ട് പോകുന്നതെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറിയ കേരള കോൺഗ്രസിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കിട്ടിയ സംരക്ഷണത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പാർട്ടി ആ മുന്നണിയിലും ഗവൺമെൻറ്റിലും ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അക്കമിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ കാര്യങ്ങളിലും ആവശ്യമായ പരിഗണന കേരള കോൺഗ്രസിന് ലഭിക്കുകയുണ്ടായി. കേരള കോൺഗ്രസിൻ്റെ മുമ്പിൽ ഒരു മുന്നണി മാറ്റമോ അങ്ങനെ ഒരു ചർച്ചയോ കേരള കോൺഗ്രസിൻ്റെ യാതൊരു തലങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പാർട്ടി ചെയർമാൻ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. CPMുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന, ആ പ്രസ്താവനയ്ക്ക് അദ്ദേഹം തന്നെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായ മറുപടി ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും എല്ലാ ചാനലുകളിലും അതേ സംബന്ധിച്ചുള്ള പ്രസ്താവനകളുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാർട്ടിയുടെ യാതൊരു രീതിയിലുള്ള കാര്യങ്ങളിലും CPMോ മുന്നണിയോ ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വളരെ വ്യക്തമായി അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. CPIMുമായി യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഇടുക്കി ജില്ലയിൽ CPMും കേരള കോൺഗ്രസുമായിട്ടില്ല. ഒരേ അഭിപ്രായത്തോടു കൂടിയാണ് ജില്ലയിലെ പൊതുവായ എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട് പോകുന്നത്. അത് ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകട്ടെ, ജില്ലയുടെ പൊതുവായ വിഷയങ്ങളാകട്ടെ, ഒന്നിച്ച് ഉള്ള നീക്കങ്ങളാണ് ഈ കാര്യത്തിൽ നടത്തുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരിക്കുന്നതിനായി ഫെബ്രുവരി 1 മുതൽ 8 വരെ നടക്കുന്ന ഗ്രാമസഭാ യോഗങ്ങൾക്ക് മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ വെച്ച് നടത്തി. വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി ഇസഡ് ജോൺസൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ബ്ലോക്ക് മെമ്പർ വിപിൻ സി അഗസ്റ്റിൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആർ ബാലൻപിള്ള, CDS ചെയർപേഴ്സൺ KP വത്സ, മിനി ബേബി, TK സുജിത്, സന്ധ്യ ബൈജു, ജോഷി കന്യാകുഴി, വാർഡ് മെമ്പർമാർ, ICDS സൂപ്പർവൈസർ, ഹരിതസേനാംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വിവിധ പദ്ധതികളെപ്പറ്റി ഗ്രൂപ്പ് ചർച്ചകളും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇനി ചെറിയൊരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കി അവരെ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികജാതി പട്ടികവർഗ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വായനയിലൂടെ വളർച്ചയിലേക്കെന്ന സന്ദേശമുയർത്തിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികജാതി പട്ടികവർഗ വകുപ്പും സംയുക്തമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച അക്ഷരോന്നതി പദ്ധതി നടപ്പിലാക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കി നൽകുകയെന്നതാണ് അക്ഷരോന്നതിയുടെ ലക്ഷ്യം. അക്ഷരോന്നതി പദ്ധതിയുടെ അടിമാലി താലൂക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ അല്ല, നമ്മുടെ രാജ്യത്തെ അല്ല, നമ്മുടെ സമൂഹത്തിലെ വളരെ താഴേക്കിടയിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനയും വിഷമവും സഹിച്ച് കിടന്നിരുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, പണ്ട് പട്ടികവർഗം എന്നത് ഇപ്പോൾ പറയാൻ പാടില്ലെങ്കിൽ പോലും അവരുടെ ഉന്നതികളിലുള്ള സാധാരണക്കാരായ ഉന്നതികളിലുള്ള കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അന്തർലീനമായി കിടക്കുന്ന ചേതോവികാരങ്ങളെ വളർത്തിയെടുത്ത് അവരെ പ്രതിഭാധനന്മാരാക്കി നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുത്ത് സമൂഹത്തിലെ ഉന്നത നിലയിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ബിജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാക്സിൻ ആന്റണി,
മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നതികളിലും പഠനമുറികളിലും ഹോസ്റ്റലുകളിലും നിലവിൽ വായനാ സൗകര്യത്തിൻ്റെയും പുസ്തകങ്ങളുടെയും ലഭ്യതക്കുറവുണ്ട്. ഇത് പരിഹരിക്കുകയെന്ന ലക്ഷ്യമാണ് അക്ഷരോന്നതി പദ്ധതിക്കുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് INTUC മൂന്നാറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മുൻ MLA AK മണി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചും തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചുമായിരുന്നു INTUC മൂന്നാറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. INTUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ മുഴുവൻ ജനങ്ങളെ പാതുകാപ്പதற்காக വേണ്ടി എത്രയോ കുടുംബത്തിൽ ഉണവില്ലാமல் കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കக்கூடிய വയോധികരാன தாய்மாரையும் மாமியாரையும் பாட்டிமாரையும் கூட எந்திரிச்சு போங்க என்று சொல்லக்கூடிய நிலையை விட்டு இன்று வாங்க என்று சொல்லக்கூடிய அளவிற்கு இந்த 100 நாள் வேலை திட்டம் அவர்களுக்கு செயலாற்றி அவர்களுக்கு அறிவு செய்து கொண்டிருக்கின்றது. இந்த திட்டத்தை இந்த நாட்டினுடைய சுதந்திரத்திற்காக வேண்டி போராடிய அண்ணல் மகாத்மா காந்தி தலைமையில கொண்டு வர வேண்டும் என்று பார்லிமெന്റിൽ തീരുമാനം എടുക്കപ്പെട്ടது. INTUC ഇടുക്കി ജില്ലാ സെക്രട്ടറി G മുനിയാണ്ടി, മാർഷ് പീറ്റർ, D കുമാർ, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വിജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം C നെൽസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R രാജാറാം തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ഇടുക്കി ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 1979 സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായി നിർവഹിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മന്ദിരത്തിൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഓഫീസ് ആരംഭിച്ചത്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാരായ 20 പേർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. മുച്ചക്ര വാഹനങ്ങളുടെ വിതരണം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. അതുകൊണ്ട് അരികിലേക്ക് ഒരു ഓഫീസ് വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇടുക്കിയിൽ തന്നെ ആസ്ഥാനമായി ജില്ലാ പഞ്ചായത്ത് അതിനാവശ്യമായ സൗകര്യങ്ങൾ നൽകിയതോടുകൂടി ജില്ലയിൽ ഒരു ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് തുടങ്ങുക. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ മുഖ്യ അതിഥിയായി. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ഭിന്നശേഷി കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ K മൊയ്തീൻകുട്ടി, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയ, ഡോളി MV, റോയി ജേക്കബ്, അനിത ദീപ്തി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. മുക്കടിയിൽ മുനിയറക്കുന്ന നന്ദികേശ്വര ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന മകരത്തിരുവോണ മഹോത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. നൂറുകണക്കിന് ഭക്തരാണ് ആറാട്ട് മഹോത്സവത്തിന് എത്തിയത്. മുക്കടിയിൽ മുനിയറക്കുന്ന നന്ദികേശ്വര ക്ഷേത്രത്തിൽ മകര തിരുവാതിര തിരുവുത്സവത്തിന് കൊടിയിറങ്ങി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാരണത്തുമല ശ്രീധരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി അഭിലാഷ് ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവ പൂജാ ചടങ്ങുകൾ നടത്തിയത്. കഴിഞ്ഞ 6 ദിവസങ്ങളിലായി നടന്നുവന്ന ഉത്സവമാണ് വെള്ളിയാഴ്ച കൊടിയിറക്കം നടത്തി സമാപിച്ചത്. ഇന്നലെ രാവിലെ നടതുറപ്പ്, പള്ളിയുണർത്തൽ, കണി കാണിക്കൽ, യാത്രാഹോമം, വൈകിട്ട് ആറാട്ടുബലി, ആറാട്ടുപുറപ്പാട്, ആറാട്ട് എന്നിവയ്ക്ക് ശേഷം കച്ചിറപ്പാലം ആറാട്ടുകടവിൽ നിന്നും താലപ്പൊലിയുമായി ക്ഷേത്രത്തിലേക്ക് ആറാട്ടുഘോഷയാത്രയും തുടർന്ന് കൊടിമരച്ചുവട്ടിൽ പറനിറക്കൽ, കൊടിയിറക്കൽ, 25 കലശപൂജ, അഭിഷേകം എന്നീ പൂജാതി കർമ്മങ്ങളോടെ ഉത്സവം സമാപിച്ചു. ഉത്സവ ദിവസങ്ങളിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രസാദവൂട്ടും എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികളും നടത്തി. ക്ഷേത്രം കമ്മിറ്റി രക്ഷാധികാരി NB ശശിധരൻ, പ്രസിഡന്റ് രവി വരണ്ടിയാനിക്കൽ, സെക്രട്ടറി മനോഹരൻ പെരികിലക്കാട്ട് നിരപ്പിൽ, കൺവീനർ അനിത ഗോപാലകൃഷ്ണൻ, മാതൃസമിതി പ്രസിഡന്റ് ഓമന ശശിധരൻ
എന്നിവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവാതിര ഉത്സവത്തിന് കൊടിയിറങ്ങി. സിറ്റി വിഷൻ, രാജാക്കാട്. പട്ടം കോളനി സപ്തതി സമാപനാഘോഷത്തിന്റെ ഭാഗമായി ജനപ്രതിനിധികളെ ആദരിച്ചു. പട്ടം കോളനി ഉൾപ്പെടുന്ന വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ആദരിച്ചത്. കോളനിയുടെ സപ്തതി ആഘോഷത്തിന് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് കഴിഞ്ഞ ദിവസം കോളനിയുടെ സ്ഥിരാകേന്ദ്രമായ തൂക്കുപാലത്ത് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ തുടക്കം കുറിച്ചിരുന്നു. ഇതിന്റെ സമാപനമാണ് തൂക്കുപാലം പബ്ലിക് ലൈബ്രറി ഗ്രൗണ്ടിൽ വെച്ച് നടന്നത്. സമാപന സമ്മേളനം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പട്ടം കോളനി രൂപീകൃതമായ ശേഷം ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളെല്ലാം പട്ടം കോളനിയുടെ മക്കളാണ്. മാധ്യമപ്രവർത്തകൻ ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ കാലഘട്ടത്തിലെ ചില പരിഷ്കാരങ്ങളെല്ലാം അശാസ്ത്രീയമായി മാറിപ്പോകുമ്പോൾ, മനുഷ്യത്വരഹിതമായിട്ട് മാറിപ്പോകുമ്പോൾ, മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ നേർക്ക് നമ്മുടെ കാഴ്ചയെ തിരിച്ചുവിടാനുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പരിപാടിയുടെ സംഘടിപ്പിക്കുന്നത്. തുടർന്ന് പട്ടം കോളനിയുടെ ഭാഗമായി വരുന്ന നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ KR ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസ് സപ്തതി സമാപന സന്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VS ബിനു, ഷിഹാബ് ഈട്ടിക്കൽ, റൂബി ജോസഫ്, അബ്ദുൾ അസീസ, ഭുവനചന്ദ്രൻ നായർ, PN മോഹനൻ, ഈസ കാഞ്ഞാർ, അനീഷ് ചന്ദ്രൻ, മുഹമ്മദ് മൗലവി, മുകേഷ് മോഹനൻ, KR രാമചന്ദ്രൻ, ഷിംല ബീവി, PE മുഹമ്മദ് ബഷീർ, ജോമോൻ താന്നിക്കൽ, G ഗോപകൃഷ്ണൻ, KS രാജ്മോഹൻ, പ്രസന്നൻ പുളിക്കൽ, R അഖിൽ, മോഹനൻ മുല്ലക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,720 രൂപ, പവന് 1,17,760 രൂപ, വെള്ളി ഗ്രാമിന് 350 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറ്റി വിഷൻ ബിഗ് ബ്രേക്കിംഗ്. ഇടുക്കി മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ തന്നെയെന്ന കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വം. ജില്ലയിൽ മറിച്ചൊരഭിപ്രായം ഉയർന്നിട്ടില്ലെന്ന ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ സിറ്റി വിഷനോട്. വിൽപ്പനയ്ക്ക് കടത്തിക്കൊണ്ടുവന്ന 4 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. രാത്രികാല പരിശോധനയ്ക്കിടെ രാജാക്കാട് പോലീസാണ് പ്രതികളെ കഞ്ചാവ് സഹിതം പിടികൂടിയത്. കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വികസന രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും നാടിന്റെ വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെറുതോണിയിൽ സീബ്ര ലൈന് സമീപം നടന്ന അപകടത്തിൽ ശ്രവണ സംസാര വൈകല്യമുള്ള യുവാവിന് പരിക്ക്. സീബ്ര ലൈൻ മാഞ്ഞുകിടക്കുന്നത് പലയിടത്തും അപകട കാരണമാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.